ഇതത്രയും എയർ ട്വിസ്റ്റ് ചെയ്ത് പോകാനുള്ള കഴിവാണ് ഉള്ളത്. റിഫ്ലക്ടർ ഹോണിലൂടെ വരുന്ന ശബ്ദത്തിനും ശംഖിലൂടെ വരുന്ന ശബ്ദത്തിനും മണിയിലൂടെ വരുന്ന ശബ്ദത്തിനും ഈ എയർ ട്വിസ്റ്റ് ചെയ്ത് എയറിൻ്റെ ഒരു ട്വിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവമാണുള്ളത്. ഈ ശബ്ദത്തെ നെഗറ്റീവ് എനർജിക്ക് താങ്ങാൻ പറ്റത്തില്ല. നെഗറ്റീവ് എനർജിക്ക് താങ്ങാൻ പറ്റുന്ന വെച്ചാൽ നെഗറ്റീവ് എനർജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടോ തത്തുല്യമായ മറ്റൊരു എനർജിയുണ്ട്. അതാണ് നെഗറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി ഈശ്വരനാണെങ്കിൽ നെഗറ്റീവ് എനർജി മറ്റൊരു സോളുകളാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിക്ക് ഈ എയർ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ശബ്ദത്തെ താങ്ങാൻ പറ്റത്തില്ല. ഈ ശബ്ദം വരുന്നതിന് ഒത്തിരി ദൂരെ അത് മാറിപ്പോവും, ഒത്തിരി ദൂരെ മാറിപ്പോവും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ബാങ്ക് വിളിക്കുന്നതും മണിനാഥം മുഴക്കുന്നതും ശംഖ് വിളിക്കുന്നതും ആ പരിസരം ഫുള്ള് ആ ശബ്ദം എവിടം വരെ കേൾക്കുന്നുണ്ടോ അവിടം വരെയുള്ള അതിനൊന്ന് ഫിൽറ്റർ ചെയ്യുവാൻ വേണ്ടിയാണ്, പ്യുവറായിട്ടുള്ള അതിന് നെഗറ്റീവ് സോളുകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോവാനാണ് എന്നാണ്